നമ്മളെ ഈ കാണുന്ന ചവറിനാണ് വെക്കുന്ന കേട്ടോ വല. ഈ കാണുന്ന ചവറിന് ഇന്ന് വെച്ചിട്ട് ഇന്ന് നമ്മൾ വന്നിരിക്കുക തോട്ടപ്പള്ളിയില്ല. തോട്ടപ്പള്ളിയിൽ തന്നെ കുറച്ച് ചവറുണ്ട് ഇവിടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 3-4 ചവർ കൂടിയുണ്ട്. 3-4 ചവറെന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്തൊരു വലിയ ഇതിലും വലിയ ചവറുണ്ട്. ആ ചവറിനകത്ത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വല വെക്കുന്നുണ്ട്. ചവർ കാണിച്ചത് ഇതിൻ്റെ ഈ കിടക്കുന്നതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത്. പിന്നെ ഒരു ഇച്ചിരി ദൂരം ഉണ്ടെങ്കിലും അത് നല്ല ദൂരമുണ്ട്. 1 2 3 4 പോസ്റ്റ്, 4 ഇലക്ട്രിക് പോസ്റ്റിൻ്റെ നീളത്തിൽ കിടക്കുന്ന ചവറ. അന്നേരം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന 2 വല ഇപ്പോൾ സാധാരണ കൊണ്ടുവരുന്നത്. ഇപ്പോൾ 1 വല കൂടി എക്സ്ട്രാ കൊണ്ടുവന്നാലേ ആ ചവറിന് വെക്കാൻ പറ്റത്തുള്ളൂ. അത്രയും വലിയ ചവറ. അന്നേരം അത് ഒരാഴ്ച കൂടി കഴിഞ്ഞെന്തായാലും നമ്മൾ വെക്കുന്നുള്ളൂ. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് മീൻ കിട്ടത്തില്ല, മീൻ തഞ്ചി നിൽക്കത്തില്ല. അതായത് നമുക്ക് നോക്കാം, ഈ ചവറിനിറക്കി വല ഇറക്കി നോക്കാം. ഇവിടെ വല ഇറക്കി തുടങ്ങാം കേട്ടോ. കുരുന്നൻ അവിടെ സൈഡ് കുത്തിക്കൊണ്ടിരിക്കുക. കുരുന്നിങ്ങനെ വല ഇറക്കി ഇനിയിപ്പോൾ ഈ സൈഡ് വഴി നേരെ വല ഇറക്കി അങ്ങ് പോകും. നമ്മളിതേ അവിടം വരെ നമ്മൾ കോരിക്കൊള്ളിച്ച് വെച്ചു കേട്ടോ, മേളിൽ വലയിട്ട് വെച്ച്. ഇതേ ഇവിടുന്ന് അങ്ങോട്ട് കിടക്കുക വല. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് ഇനി വെട്ടി തീർത്ത് വരുന്നത്. ഈ സൈഡിൽ നിന്ന് സാധാരണ ചെയ്യുന്ന കണക്ക് തന്നെ വെട്ടി ഇറക്കുക, വലയടിപ്പിക്കുക. ഇതിൻ്റെ ഈ എറമ്പത്തൊക്കെ ഇല്ലേ, ഈ എറമ്പത്ത് ചിലപ്പോൾ കനം കാണാൻ സാധ്യത. തുമ്പിന് വലിയ കനമില്ല, പക്ഷേ എറമ്പിന് കനം ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വിനീഷ് അവിടെ നിന്ന് വെട്ടി വരുന്നുണ്ട്. ഉണ്ടോ കുരുന്നൻ്റെ കാല അട്ട പിടിച്ച്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അട്ട പിടിക്കാൻ. ഇവിടെ അട്ടയുള്ള സ്ഥലമായിരുന്നു. എന്നിട്ട് ഫസ്റ്റ് ഒന്ന് തുടക്കം പിടിച്ചിട്ടുണ്ട് അട്ട. പെട്രോൾ എടുത്തൊടിക്കുക. തരി ഒഴിക്കുക. തുറക്കട. അട്ടയ്ക്ക് മനസ്സിലായി നല്ല ചോരയുള്ളതാണ്. അടി. ഓ ചോര പോകുന്നുണ്ടാ, ചോര കാണാൻ. നമ്മുടെ ഏകദേശം ഇത്രയും പണി ഒതുക്കി. നല്ലൊരു ദൂരമായിരുന്നു, ഇവിടം വരെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും പണി ഒതുക്കി. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഉണ്ട്. നമ്മൾ ഇത്രയും വെട്ടിയിട്ട് നമുക്കൊന്നും കയ്യിലൊന്നും തട്ടിയൊന്നുമില്ല. സാധാരണ നമ്മൾ ഇത്രയൊക്കെ വെട്ടി വരാൻ നേരത്തെ എന്തെങ്കിലുമൊക്കെ എന്നിട്ട് മഞ്ഞക്കൂരി കാണുന്നത്. ഞങ്ങൾ പോളയെല്ലാം ഈ കടകിൽ ചവിട്ടി മറിച്ചിട്ട് ഒറ്റ മഞ്ഞക്കൂരി മറിഞ്ഞ് നേരെ ചവറിനടിയിൽ കൂടി തന്നെ പോകുമായിരുന്നു. ഞരമ്പ് തപ്പിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല നമുക്ക്. നോക്കാം ഇനിയിപ്പോൾ എന്നാ ഉണ്ടെന്ന്. ഇനി രക്ഷപ്പെടുകയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, എന്തുണ്ടെന്നും അറിയത്തില്ല. എനക്കൊന്നും കാണാത്തതുകൊണ്ട് നോക്കാം, എന്ത് കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ വലയൊക്കെ പൊക്കിയിട്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. വല പൊക്കിയിട്ട് ഹാപ്പി ആകാൻ കാരണം എന്നാണെന്നറിയാം, ഇത്രയും ദിവസം വല വെച്ചിട്ടും ഇന്നത്തെ വല വെച്ചിട്ട് ഇന്ന് നല്ല വെച്ചതിൽ ഏറ്റവും വലിയ ഏരിയ പിടിച്ചു വെച്ചത്. ഇന്ന് ഏറ്റവും നല്ല ഏരിയ പിടിച്ചു വെച്ചിട്ട് നല്ല താഴ്ചയുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല താഴ്ചയുണ്ട്. പക്ഷെ ഒറ്റ മീൻ കയ്യിൽ തട്ടിയില്ല. സാധാരണ ഇതേ സമയത്ത് നമ്മൾ എന്തെങ്കിലും മഞ്ഞക്കൂരി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിടിച്ച് കരക്കിടുന്നതാണ്. ഇന്ന് വെച്ചിട്ട് ഒരെണ്ണം കൈ തട്ടില്ല. പിന്നെ ഒരു 2 തൂളി കയ്യിൽ കിട്ടിയാൽ പിന്നെ വള്ളത്തിൽ ഇടണ്ടല്ലോ എന്ന് തോന്നുന്ന നേരെ അങ്ങോട്ട് തന്നെ ഇട്ട്. അല്ല വേറെ ഒറ്റ മീനും കയ്യിൽ തട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് അല്ലേ. ഇന്ന് ഗംഭീര വരവപ്പാണെന്ന് തോന്നുന്നു. ഇന്നാണ് ഒറ്റ കടയിൽ നേരെ പോയിട്ട് ഞങ്ങളെല്ലാം ചവിട്ടി മറിച്ച് മഞ്ഞക്കൂരി കാണുമെന്നുള്ള പ്രതീക്ഷ ചെയ്തത്. ഭയങ്കര ചോദിച്ചില്ല. ഓ അതാണോ ഫസ്റ്റ് തൂളി, ആദ്യത്തെ മുറി. രണ്ട് തൂളി പിടിച്ചിട്ടല്ലേ ഒരു തൂളി വന്നല്ലേ. അപ്പോൾ 2 തൂളിയായി. കൊല്ലിങ് എടുത്തടാ. ഇവിടെ ഒരു തൂളി കിടക്കും. ആദ്യത്തെ മുറി എടുത്തപ്പോൾ ഇല്ല, ഇപ്പം 3 തൂളിയല്ലേ. 3 തൂളി ഒരു കരിമീൻ, 3 തൂളി ഒരു കരിമീനോ കയറിയത്. നമ്മുടെ രണ്ടാമത്തെ അല്ലേ, രണ്ടാമത്തെ മുറിയാ. മൂന്നാമത്തെയാണ്, രണ്ടാമത്തെ അതില്ല. കിടാവ് വലിച്ചു കയറ്റില്ല.
ഇതങ്ങോട്ട് വാക്ക് നിറച്ച് എന്താന്നാടേ തൂളി മാത്രമേ ഉള്ളൂ. നമ്മുടെ രണ്ടാമത്തെ മുറിക്ക് ഒരു തൂളിയുണ്ട്, അല്ല ഒരു മഞ്ഞക്കൂരിയുണ്ട്, ഒരു കരിമീനും ഉണ്ട്, 3-4 തൂളിയുണ്ട്. ആ കരിമീൻ വെള്ളത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി കരിമീൻ കുഞ്ഞുങ്ങളെ ഇവിടെ കിടപ്പുണ്ട്. ജെറ്റിട്ടാണൊക്കെ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് ഭാഗം കേട്ടോ ഇപ്പൊ തന്നെ. ഏകദേശം സന്തോഷം. ഞാൻ എത്ര കിട്ടിയടാ? 6 തൂളിയാ. 6-7 തൂളിയും കിട്ടി. ഇത്ര 2 കരിമീൻ വെള്ളത്തിൽ, ഒരു മഞ്ഞക്കൂരി അല്ലേ, ചെറിയ മഞ്ഞക്കൂരി. എന്നാൽ 2 മഞ്ഞക്കൂരിയൊക്കെ അല്ല, സൂപ്പർ പണിയായിരുന്നു. ഈ കിടക്കുന്നതൊക്കെ വെക്കണ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. ഇത് ഈ അവസ്ഥയുണ്ട്. ഒരൊറ്റ പോളോ കടകൽ പോലും നല്ല വൃത്തിയായിട്ട് വെട്ടി പണിതാ. നോക്കാം എന്നാ ഉണ്ടെന്ന്. ഇതാണ് പിന്നെ ഇന്നത്തെ കിടന്ന് കുറേ നേരം ഉണ്ടെന്ന്. നമ്മുടെ ലാസ്റ്റ് മുറിയാണ് കേട്ടോ, ലാസ്റ്റ് ഭാഗം ഇത്. ഇതിനകത്തറിയാം 100 രൂപ വെച്ച് കിട്ടുമെന്ന്. അത് ഊരണ്ട വിട്ട്. തവള എന്ത് വെച്ച് പറഞ്ഞില്ല ആ ചെറിയ കൂട്ടം. ഇതിനെന്നാ കാണിക്കും? നീ കമ്പ് കളയുവാണ്. നീ അത് വാരി വെക്കടാ, നമുക്ക് ലാസ്റ്റ് കൊടയാൻ നേരത്ത് എടുക്കടാ. ചൂട് തന്നെയാണല്ലോ. ഒരു വരാല് എന്ത് കഥയാണ്. വരാലൊന്നാണ്, വരാലുണ്ട്. ഇത് കണ്ട തൂളിയുണ്ട്, വരാലുണ്ട്, മഞ്ഞക്കൂരിയുണ്ട്, 2 കരിമീനുണ്ട്. ലാസ്റ്റ് ഇന്നത്തെ ഫേവർ പോലെ ചെമ്പല്ലി. നാമച്ചാരം എവിടെ എഴുന്നേറ്റ് പോകും? താഴ്ചയുള്ള സ്ഥലത്ത് വെച്ചിട്ട് 2-3 കരിമീനുണ്ടല്ലോ, 3-4 കരിമീനുണ്ട്. പിന്നെ അതേ വരാല്, മഞ്ഞക്കൂരി, ചെമ്പല്ലി, ചെങ്കടി, പിന്നെ ന്യായമായിട്ട് തൂളി. തൂളിയും ചെമ്പല്ലിയും തൂളിയും കൂടി ഒരുമിച്ച് ഒരു യാത്രയാണ്. എല്ലാവരും റെഡി. കരിമീനാണല്ലേ? കരിമീൻ, പിന്നെയും കരിമീൻ, 2ാമത്തെ കരിമീൻ, 3ാമത്തെ കരിമീൻ. എണ്ണം വേണം. തൂളി 3 കരിമീൻ ഇട്ടില്ലേ? ആ പള്ളത്തി വിട്. തൂളി, വീണ്ടും കരിമീൻ. അതത്ര 4ാമത്തെ കരിമീൻ. മഞ്ഞക്കൂരി. ഇതാണ് കരിമീൻ. ഇച്ചിരി വലിപ്പമുള്ള കരിമീൻ അതാ. ഓക്കെ, അടുത്ത കരിമീൻ. എത്ര കരിമീൻ? 5-6. ചെറിയ കരിമീനാ. തൂളി, കാരികൂരി, ചെമ്പല്ലി, വരാൽ, തൂളി.
കളയുന്ന മീനായിരുന്നു. ഇപ്പം പൊന്നുപോലെ ഇറക്കിയിടുകയാണ്. വിടാമഞ്ഞക്കുരി. നല്ല മഞ്ഞക്കുരി അത്. ഓ വരാൽ 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 കറക്റ്റ് നാടൻ വരാ കേട്ടോ. ഇവൻ മറ്റവനല്ല, വളർത്ത് വരാലല്ല കേട്ടോ. ഇത് കറക്റ്റ് ഒറിജിനൽ നാടൻ വരാല ഇത്. അതെ, ഇതാണ് വണ്ണാൻ്റെ ഉള്ളി. കൈമുറിയരുത്. ചുമ്മാ മീനെ പിടിക്കുന്ന ചുമ്മാ പിടിക്കും. കണ്ട ചെമ്പല്ലി ലാസ്റ്റ് വൺ. ഇന്ന് തമ്പലൈനായിട്ട് ജാമ്പൂവിനെ ചെമ്പല്ലി ആയിട്ടിട്ടേക്കാം. ആ ഈ നമ്മളെന്താ പറയുക, ഈ ചെമ്പല്ലി അറച്ചു പിടിക്കുന്നത് നമുക്ക് ഈ സ്ഥാനം സ്ഥിരം നമുക്ക് കിട്ടുന്ന മീനല്ല. നമ്മൾ കാര്യമാണേലും നമ്മൾ പിടിക്കും, കുത്ത് കിട്ടിയാൽ നമുക്ക് വിഷയമില്ല. പക്ഷേ ഈ സാധനത്തിൻ്റെ ചേളയ്ക്ക് ബ്ലേഡ് കണക്കിരിക്കുന്നതുകൊണ്ടേ അതാണ് നമുക്ക് ഒന്നത്തെ നമ്മൾ സ്ഥിരം പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പിടിച്ചിട്ട് എൻ്റെ കയ്യിലെ തുള്ളി ചെത്തിക്കൊണ്ട് പോയത്. നമ്മൾ സ്ഥിരം പിടിക്കാത്ത മീനായതുകൊണ്ട് നമ്മൾ അത്ര അറച്ച് പിടിക്കും. നമ്മൾ സ്ഥിരം പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നാക്ക് കിട്ടും. ഇത് നമ്മൾ ഒരു അറച്ചാണ് പിടിക്കുന്നത്, ബ്ലേഡ് കണക്ക് അതിൻ്റെ ചെകളയുള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ നമുക്ക് ഇതിനോട് പേടിയുണ്ടായിട്ടല്ല, ചെറുതായിട്ടൊന്ന് കൈമുറിയുന്നുള്ളത് മാത്രം അല്ലേ ഞാൻ. അതെ, ഇന്ന് നമുക്ക് കിട്ടിയ മീനാണ് കേട്ടോ. കാണുമ്പോൾ പറയാനുള്ളത്. അതെ, ബോക്സിനകത്തൊക്കെ ഈ ബോക്സ് കൊണ്ട് നമുക്ക് വാഗയെ ചാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ വാഗേനെ അത് കഴിഞ്ഞ് കിട്ടിയിട്ടില്ല. ഒരു ചെമ്പല്ലി, പിന്നെ കുറച്ച് കരിമീനും തൂളിയും മഞ്ഞക്കൂരിയൊക്കെ ആയിട്ട് എല്ലാം കൂടി ഓൾറെഡി റെഡി സെറ്റ്. ഇത്ര വലിയ ഓളക്കത്ത് നമ്മളെ ഇങ്ങനെ പിടിക്കേണ്ടായിരുന്നു. നമ്മൾ ഈ ബോക്സ് എടുത്ത കാരണം എന്ന് വെച്ചാൽ ഈ ബോക്സിനകത്ത് നമ്മളില്ല വാഗയെ കിട്ടണം. കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് വാഗ കിട്ടിയായിരുന്നു. അന്നേരം നല്ല നീലവാഗ, മണൽ വാഗയല്ല, പുള്ളിക്കുത്തുള്ള വാഗയല്ല, നീലവാഗയെ കിട്ടുവാണെങ്കിൽ ജീവനോടെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ ബോക്സ് എടുക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വാഗയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമുക്ക് ഇന്ന് മീൻ കുറവായിരുന്നു. കുറച്ച് ദിവസം 2 ദിവസമായിട്ട് ഇച്ചിരി മീൻ കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഉപ്പുണ്ട് ആറ്റിലെ വെള്ളത്തിന്. വെച്ചാൽ കായംകുളത്തെ ഷട്ടർ തുറന്നിട്ടിരിക്കുന്നതുകൊണ്ട് അവിടുന്ന് ഉപ്പ് കയറി വരുന്നത് നല്ല രീതിയിൽ ഉപ്പുണ്ട്. അതുകൊണ്ടായിരിക്കാം മീനിൻ്റെ ഒരു കുറവ് കാണിക്കുന്നത്. മുമ്പ് കഴിഞ്ഞ സീസണിലൊക്കെ ഇവിടെ ശരിക്കും വാളയുണ്ടായിരുന്നു. പിന്നെ ഇത് കണക്ക് അപ്പാപ്പിയുടെയൊക്കെ വീഡിയോ നോക്കിയാൽ മതി. അപ്പാപ്പിയൊക്കെ ആദ്യം വന്ന ഞങ്ങൾക്ക് അന്നേരം ചാനലും കാര്യങ്ങളൊന്നും ഇല്ല, ഞങ്ങൾക്കും വാള കിട്ടിയിട്ടുണ്ട്. അന്നേരം അപ്പാപ്പിയുടെയൊക്കെ ചാനലിൽ നോക്കി അറിയാൻ പറ്റും ഈ ഭാഗത്ത് നിന്ന് അന്ന് കിട്ടിയ വാളയുടെ കണക്ക്. ശരിക്കും വാളയുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഈ സീസണിൽ വാളയില്ല. എന്നാലും കുഴപ്പമില്ല, 10-300 രൂപ വെച്ച് കിട്ടുമായിരിക്കും ഒരാൾക്ക്. അന്നേരം ആർക്കെങ്കിലുമൊക്കെ വാഗ വേണം, നീല വാഗ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇല്ല, കിട്ടാൻ നേരം എന്തായാലും ഞങ്ങൾ കിട്ടുന്ന ജീവനോടെ ഞങ്ങൾ വലിയ ടാങ്കിലിട്ടിട്ട് ഒരു ദിവസം അല്ല 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ വാഗയെ കൊടുക്കുന്നത്. നമ്മുടെ ഈ വലയിൽ കിട്ടുന്ന വെട്ടിയാലും ചാകത്തില്ലെന്നൊരിതാണ്. ഇന്നാലും നമ്മൾ കൊണ്ട് ടാങ്കിലിട്ട് കൺഫേം ആക്കിയിട്ടാണ് നമ്മൾ വാഗയെ കൊടുക്കുന്നത്. അന്നേരം ആർക്കെങ്കിലും വേണം നമ്മുടെ വാട്സപ്പിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അന്നേരം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു മീൻപിടുത്തമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.